വന്യമൃഗശല്യം രൂക്ഷമായ കോതമംഗലം കുട്ടമ്പുഴയിൽ ഫെൻസിംഗും കിടങ്ങും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല. കാട്ടാന ആക്രമണത്തിൽ കാൽനട യാത്രക്കാരനായ കുട്ടമ്പുഴ ക്നാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു കളക്ടറുടെ വാഗ്ദാനം. മുൻപ് ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. കോതമംഗലം കുട്ടമ്പുഴയിൽ വന്യജീവി ആക്രമണം ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും കടുത്ത ഭീഷണിയായി മാറിയിരിക്കെ ഈ നാടിന് സംരക്ഷണം നൽകുന്നതിൽ കടുത്ത അനാസ്ഥയാണ് സർക്കാരിൽ നിന്നും ഉണ്ടാകുന്നത്. എൽദോസ് എന്ന യുവാവ് കുട്ടമ്പുഴ ക്നാച്ചേരിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ചതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ് പ്രദേശത്ത് തൊട്ടടുത്ത ദിവസം തന്നെ കിടങ്ങ് സ്ഥാപിക്കുന്നതിന്റെയും ഫെൻസിംഗിന്റെയും പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും തെരുവ് വിളക്കുകൾ 5 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും തെളിയിക്കുമെന്നുമായിരുന്നു. എന്നാൽ ആദ്യ 2 ദിവസം കിടങ്ങൊരുക്കുന്ന പണികൾ ചിലയിടങ്ങളിൽ നടന്നെങ്കിലും 2 ദിവസമായി നിലച്ച അവസ്ഥയാണ്. ഇതേസമയം 4 വർഷം മുമ്പ് ഇവിടെ ലക്ഷങ്ങൾ ചിലവിട്ട് സ്ഥാപിച്ച ഫെൻസിംഗ് 1 മാസം മാത്രമാണ് പ്രവർത്തിച്ചതെന്നും പദ്ധതി നടത്തിപ്പിൽ വലിയ അഴിമതിയാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. ഫെൻസിംഗിന്റെ അത് ഒത്തിരി അഴിമതി കിടക്കണ്ടെന്നാണ് പലരും പറയുന്നത്. അഴിമതി ഇല്ലെങ്കിൽ ഈ ഫെൻസിംഗ് ഇതുപോലെ പോകില്ല. വളരെ നന്നായിട്ട് ഫെൻസിംഗ് ചെയ്യാം. ഇതിപ്പോൾ 10 ലക്ഷം രൂപ വർക്ക് ഉണ്ട്. ആ 10 ലക്ഷം രൂപ വർക്ക് ഇവിടെ നടക്കുന്നില്ല. 10 ലക്ഷം രൂപ വർക്ക് എടുക്കുമെങ്കിൽ ഈ സാധനം പോകില്ല. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് 1 കിലോമീറ്റർ വലിച്ചാൽ 1 കിലോമീറ്റർ നന്നായി കിടക്കുവാണെങ്കിൽ ഈ ഇതുപോലെ പോകില്ല. ഇപ്പോൾ ഇത് കാണാൻ പാടില്ല. ചുമ്മാ ഇതുണ്ടത്, ഇതാണ് അവസ്ഥ. ചുമ്മാ കിടന്ന് പോവുക. ഈ സാധനം ഒരു പട്ടി വട്ടം ചാടിയാൽ തന്നെ സാധനം വളഞ്ഞു പോവുക. അപ്പോൾ ആനയുടെ അവസ്ഥ എന്നായിരിക്കും ഇത്? ഇതിപ്പോൾ ഒരു 4 കൊല്ലം കണ്ടായി സ്ഥാപിച്ചിട്ട്. അതിൻ്റെ 1 മാസമാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇതുവരെയായിട്ട് ഇത് കണ്ട് 1 ദിവസം കണ്ട് ഇതുപോലെ ആളൊക്കെ ഒച്ചപ്പുണ്ടാക്കി മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പണിയും ചെയ്ത് കണ്ടില്ല. അന്ന് ഒരു 3 ദിവസം ചാർജ് ചെയ്ത് പിന്നെ ആയിട്ടില്ല. വനയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കണമെന്നും ഇവിടെ നടപ്പാക്കിയ പദ്ധതികളിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യം ഉയരുകയാണ്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.